കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. സൂപ്പർ മാർക്കറ്റുകളിലെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടന്നത്. പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിനിരയായവരിൽ അധികവും. കമ്പനിയിലേക്ക് നിക്ഷേപം സ്വീകരിച്ച ഇടനിലക്കാരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. മലപ്പുറം ജില്ലയിൽ മാത്രം 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് അരങ്ങേറിയത്. കർണാടക ആസ്ഥാനമായുള്ള ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് ഇടനിലക്കാർ മുഖേന നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. 1 ലക്ഷം രൂപയ്ക്ക് പ്രതിവർഷം 30,000 രൂപ വരെയാണ് ലാഭവിഹിതം വാഗ്ദാനം ചെയ്തത്. ഒരു വർഷം ലാഭം കുറഞ്ഞ തോതിൽ ലഭിച്ചെങ്കിലും പിന്നീട് സൂപ്പർ മാർക്കറ്റുകൾ അടച്ചുപൂട്ടി. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഒരു തുകയും നിക്ഷേപകർക്ക് ലഭിക്കുന്നില്ല. ഞാൻ 4 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത്. കാശ് 1 വർഷമായിട്ട് നമുക്ക് കിട്ടാതായി. കാശിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ 2 മാസം കഴിഞ്ഞാൽ ശരിയാവും, 3 മാസം കഴിഞ്ഞാൽ ശരിയാവും, അങ്ങനെ 1 വർഷത്തിലേറെ ആ കാലാവധി തീർന്നുപോയി. ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖല തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ പോയി പെട്ടത്. 8 ലക്ഷം, എൻ്റെ മകൾ 5 ലക്ഷം ഉണ്ട്. നിങ്ങളിപ്പോൾ കേസിന് പോയതിനെ കൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ നോക്കിക്കോളി, നിങ്ങളെ വയ്യ എന്താ വെച്ചാൽ നോക്കിക്കോളി, ഞങ്ങളായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടാറിന് പോലെ ആ ഗ്രൂപ്പൊക്കെ ഒരു ക്യാൻസലാക്കി. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് നിഗമനം. പ്രവാസികളും സ്ത്രീകളുമാണ് പണം നഷ്ടമായവരിൽ അധികവും. മകളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കും ഉൾപ്പെടെ മാറ്റിവെച്ച പണമാണ് പലരും നിക്ഷേപിച്ചത്. ഞങ്ങൾ 10 ലക്ഷമാണ് എൻ്റെ ഭർത്താവ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങളെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് സർഫലി തരുന്ന ആളാണ്. പിന്നെ ഒരു 1.25 വർഷമൊക്കെ ഇപ്പോൾ അതിൻ്റെ മാസത്തിലുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ പൈസ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ച് വെച്ച പൈസ, വേറെ ഒരു സമ്പാദ്യം ഞങ്ങളുടെ കയ്യിലില്ല. പൈസൻ്റെ ഒക്കെ ചോദിക്കുമ്പോൾ ഓരോ അസഭ്യങ്ങളൊക്കെ പറയാം, തോന്നിയിട്ടൊക്കെ പറയാം. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മളെ പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. ഇടനിലക്കാരായ വളാഞ്ചേരി സ്വദേശികളായ ഷറഫലി, നൌഷാദ് ബാബു എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. 24 തിരൂർ.